ഭർത്താവ് മരണപ്പെട്ട ഒരു ഭാര്യയും അവളുടെ മകളും ഇവർക്ക് സഹായത്തിനായി അടുത്ത വീട്ടിലൊരാളുമുണ്ട്. പക്ഷേ ഈ അമ്മയും മകളും ആ ഒറ്റയാളെയാണ് വശീകരിക്കാൻ നോക്കുന്നതും. അങ്ങനെ ഇവർ തമ്മിൽ പല പരിപാടികളും നടക്കും. പറഞ്ഞു വന്നത് 1988 ഇറങ്ങിയ ടബു എന്ന മൂവിയെ പറ്റിയാണ്. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട വില്ലേജ് ആണ്. അവിടെയാണെങ്കിൽ വിധവയായിട്ടുള്ള കെയ്റ്റും അവളുടെ മകളായിട്ടുള്ള എമിയും അതോടൊപ്പം ഇവർക്ക് സഹായത്തിനായുള്ള ജായ്ക്ക് എന്ന ഒരാളെയുമാണ്. കെയ്റ്റിന്റെ ഭർത്താവ് യുദ്ധത്തിൽപ്പെട്ട് മരണപ്പെട്ട ആളാണ്. അതിനുശേഷം ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത് ജായ്ക്കാണ്. രാവിലെ ആകുമ്പോൾ 3 പേരും കൂടി കൃഷിക്കായി പോകും. അങ്ങനെ ഇവർ കൃഷിയൊക്കെ കഴിഞ്ഞ് കഴിക്കാനായി ഇരിക്കുമ്പോഴാണ് മകളായിട്ടുള്ള എമിക്ക് ജായ്ക്കിനോട് ഒരു ക്രഷ് തോന്നുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഇതേ ക്രഷ് അവളുടെ അമ്മയായിട്ടുള്ള കെയ്റ്റിനും ജായ്ക്കിനോടുണ്ട്. രണ്ടുപേർക്കും ഒരാളെയാണ് ഇഷ്ടം. പക്ഷെ ഇവർക്ക് തമ്മിൽ അത് അറിയത്തുമില്ല. അങ്ങനെ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കെയ്റ്റ് അവിടുന്ന് പോകും. അപ്പോഴാണ് എമി ജായ്ക്കിനോട് ചോദിക്കുന്നത് അവളെ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നതെന്നും അവൾക്ക് ജായ്ക്കിന് ഇഷ്ടമാണെന്നുമൊക്കെ. പക്ഷെ ഇത് കേട്ട ജായ്ക്ക് നീ ഇപ്പോഴും കുട്ടിയാണെന്ന് പറയും. പക്ഷെ എമി ആണെങ്കിലോ അവിടെ കിടന്ന് അവളുടെ ബോഡി കാണിച്ച ശേഷം ഇപ്പൊ എന്ത് പറയുന്നു എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും ജായ്ക്ക് അവളെ അവോയ്ഡ് ചെയ്തിട്ട് അവിടുന്ന് പോകും. അങ്ങനെ കെയ്റ്റ് ആണ് എമിയെ കുളിപ്പിക്കുന്നതും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുമൊക്കെ. കാരണം എന്തെന്നാൽ കെയ്റ്റിന്റെ മൈൻഡിൽ ഇപ്പോഴും എമി ഒരു ചെറിയ കുട്ടിയാണ്. കെയ്റ്റിന് കൃഷിയോടൊപ്പം തയ്ക്കുന്ന പണി കൂടിയുണ്ട്. ഈ തയ്ക്കുന്ന ഉടുപ്പെല്ലാം കൊണ്ടു കൊടുക്കുന്നത് ഒരു പുള്ളിക്കാരിയുടെ അടുത്താണ്. ഈ പുള്ളിക്കാരിക്ക് ഒരു മകനുമുണ്ട്. ഈ മകനാണെങ്കിൽ എമിയോട് ചെറിയ ഇഷ്ടവുമുണ്ട്. പക്ഷെ എമി ആണെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാറ് കൂടിയില്ല. അങ്ങനെ ഒരിക്കൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ജായ്ക്കിനെ കൂടി വിളിച്ചുകൊണ്ടുവരാൻ കെയ്റ്റ് എമിയോട് പറയും. എമി ആണെങ്കിൽ ജായ്ക്കിനെ വിളിക്കാനായും പോകും. അവിടെ ചെല്ലുമ്പോഴും അവള് ജായ്ക്കിനോട് ചോദിക്കും എന്നെ എപ്പോൾ കല്യാണം കഴിക്കുമെന്ന്. പക്ഷെ ഇത് കേട്ട ജായ്ക്ക് ഇനി നീ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്മയോട് ഉറപ്പായും പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ 3 പേരും കൂടി ഫുഡ് കഴിക്കാനേ ഇരിക്കും. ഇതിന്റെ ഇടയിലും എമി ജായ്ക്കിന്റെ കാലിലൊക്കെ തടവൊന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെയ്റ്റ് ചോദിക്കുന്നത് ഇവിടെ വീടിനടുത്തായി ഒരു മുറി കൂടി എനിക്ക് പണിത് തരണമെന്ന്. അങ്ങനെ പണിയാമെന്ന് പറഞ്ഞ് ജായ്ക്ക് പണിയും തുടങ്ങും. പക്ഷെ ഈ റൂം എമിക്കാണെന്നാണ് അവൾ ഓർത്തിരിക്കുന്നത്. പക്ഷെ അവളുടെ അമ്മ പറയും നിനക്കല്ല എന്ന്. അവൾക്കല്ലെങ്കിൽ പിന്നീട് ആർക്കാണെന്ന് അവൾ ഓർക്കുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ഇവർ വൈക്കോലെല്ലാം എടുത്തുകൊണ്ടുപോയി അവിടുത്തെ തൊഴുത്തിലിടും. ഇതാണ് പറ്റിയ ടൈമെന്ന് പിടികിട്ടിയ എമി അവളുടെ ഉടുപ്പൊന്ന് പൊക്കി കാണിക്കും. ജായ്ക്കിനാണെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെയോ തോന്നും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ അവിടെ നിന്ന് അതും അവോയ്ഡ് ചെയ്തിട്ട് പോകും. ഇപ്പോഴും ജായ്ക്കിന് എന്താണ് പ്രശ്നമെന്ന് എമിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നീട് 3 പേരും കൂടി പള്ളിയിലേക്ക് പോകും. ഇവരെയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്കാർക്കും വലിയ വിലയില്ല. കാരണം എന്തെന്നാൽ ജായ്ക്കുമായി എന്തൊക്കെ ഇവർക്ക് ബന്ധങ്ങളുണ്ടെന്നാണ് നാട്ടുകാർ ഓർത്തിരിക്കുന്നത്. അങ്ങനെ 3 പേരും കൂടി പള്ളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ജായ്ക്ക് അവിടെ ഇറങ്ങും. ഇത് കണ്ട എമി ആണെങ്കിൽ അവൾക്കും ജായ്ക്കിന്റെ കൂടെ പോകണമെന്ന് പറയും. ആദ്യം കെയ്റ്റ് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് വാശി കാരണം അവളെ സമ്മതിക്കും. അങ്ങനെ എമി ആണെങ്കിൽ ജായ്ക്കിന്റെ വീട്ടിലേക്ക് പോകും. അവളുടെ വീട്ടിൽ അമ്മ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജായ്ക്ക് അവളെ കെട്ടാമോ എന്നും അവൾ ചോദിക്കും. പക്ഷേ ജായ്ക്കാണെങ്കിൽ നമ്മൾ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടെന്നും അതുകൊണ്ട് ഇത് നടക്കില്ലെന്നും പറയും. എന്നാൽ എമി ആണെങ്കിലോ ഉടുപ്പെല്ലാം അഴിച്ച ശേഷം ജായ്ക്കിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കും. ജായ്ക്കാണെങ്കിലോ മദ്യവും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ ജായ്ക്ക് അവളെ കിസ്സടിക്കും. പക്ഷേ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജായ്ക്കിന് എന്തോ പോലെ പെട്ടെന്ന് തോന്നിയിട്ട് അവളോട് അവിടുന്ന് പൊക്കോളാൻ പറയും. അങ്ങനെ പിറ്റേ ദിവസം 3 പേരും വീണ്ടും പണി തുടങ്ങും. അപ്പോഴാണ് എമി ജായ്ക്കിനെ ദേഷ്യത്തോടെ നോക്കുന്നത്. കെയ്റ്റ് എവിടേക്ക് വന്നിട്ട് പറയും ജായ്ക്കിനെ പോലെ ഒരാണ് ഈ നാട്ടിൽ വേറെ എങ്ങുമില്ല, അതുകൊണ്ട് നീ പുള്ളിയെ തെറ്റായിട്ട് നോക്കല്ലെന്ന്. ഇതും പറഞ്ഞിട്ട് കെയ്റ്റ് അവിടുന്ന് വീട്ടിലേക്ക് പോകും. ജായ്ക്ക് എമിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇന്നലെ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണമെന്ന് പറയും. പക്ഷെ ഇപ്രാവശ്യം എന്നത്തെയും പോലെയല്ല. എമിക്ക് എന്തായിരുന്നോ വേണ്ടത് അത് ജായ്ക്കുമായിട്ട് നടക്കും. അതായത് അവർ തമ്മിൽ കാര്യങ്ങളെല്ലാം നടക്കും. അങ്ങനെ ഒടുവിൽ എമി ഹാപ്പിയാകും. അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് ഒരു പ്രായമായിട്ടുള്ള ആള് വരും. വേറെ ആരുമല്ല, കെയ്റ്റിനെ കല്യാണം കഴിക്കാനായിട്ട് വന്ന ആളാണ്. കെയ്റ്റിയുമായിട്ട് കല്യാണം ആലോചിക്കാൻ വന്ന ആളാണ്. ഇതാണ് അവന്റെ പുതിയ ഡാഡി എന്ന് എമിയും ഓർക്കും. ഈ പുള്ളിയുടെ ആണെങ്കിൽ ആദ്യത്തെ കല്യാണം കഴിഞ്ഞതാണ്. കുട്ടികളില്ല, വൈഫാണെങ്കിൽ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇവർ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അടുത്തേക്ക് ജായ്ക്ക് എത്തുന്നത്. ഇതിവിടെ അടുത്തുള്ള ആളാണെന്നും എന്റെ ഫ്രണ്ട് ആണെന്നും കെയ്റ്റ് പറയും. പക്ഷെ ഇത് കേട്ട ആ പുള്ളി ജായ്ക്കിനോടൊന്ന് വെളിയിൽ നിൽക്കാനും ഞങ്ങൾ ഇവിടെ ഫാമിലി മാറ്റർ പറയുകയാണെന്നും പറയും. പക്ഷെ ഇതാണെങ്കിൽ കെയ്റ്റിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പുള്ളിയോട് പറയും. അങ്ങനെ പിന്നീട് കെയ്റ്റ് ജായ്ക്കിനോട് ചോദിക്കും നിനക്ക് ഇന്ന് ഇവിടെ തങ്ങിക്കൂടെ എന്ന്. ജായ്ക്കാണെങ്കിൽ ഓക്കെയും പറഞ്ഞ് ആ പുതിയ റൂമിലേക്ക് കിടക്കാനായി പോകും. അങ്ങനെ രാത്രി കിടക്കുമ്പോൾ എമി ഉറങ്ങിയോ എന്ന് കെയ്റ്റ് നോക്കും. അവൾ ഉറങ്ങിയെന്ന് ഓർത്ത് കെയ്റ്റ് അവിടെ നിന്ന് പോകും. പക്ഷെ യഥാർത്ഥത്തിൽ എമി ഉറങ്ങിയിട്ടില്ലായിരുന്നു. കെയ്റ്റ് അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ജായ്ക്കിന്റെ റൂമിലേക്കാണ്. അവിടേക്ക് പോയി കെയ്റ്റിയും ജായ്ക്കും തമ്മിൽ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ഇതാണെങ്കിൽ നമ്മുടെ എമി കാണുകയും ചെയ്യും. ഇവള് ലവ് ചെയ്യുന്ന ആളെ എന്തിനാണ് അവളുടെ അമ്മ ലവ് ചെയ്യുന്നത് എന്ന് എമി
ഓർക്കും. അങ്ങനെ കേറ്റിയെ കല്യാണം കഴിക്കാൻ വന്ന ആളെ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നിട്ട് കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കും. പക്ഷെ കേറ്റി ആണെങ്കിൽ പറ്റില്ലെന്ന് പറയും. ഇത് കണ്ട എമി ആണെങ്കിൽ പുള്ളിയെ കൊണ്ട് എങ്ങനെയെങ്കിലും അമ്മയെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ അമ്മ ജാക്കിന്റെ പുറകെ പോകുമെന്ന് ഓർക്കും. അതുകൊണ്ട് തന്നെ എമി കേറ്റിയുടെ അടുത്തേക്ക് പോയിട്ട് ആ പുള്ളിയെ കല്യാണം കഴിക്കത്തില്ലേ, അതാകുമ്പോൾ ഇവൾക്ക് ഒരു അച്ഛനെ കിട്ടുമല്ലോ എന്നും പറയും. പക്ഷെ കേറ്റി ആണെങ്കിൽ ആ പുള്ളിക്ക് ഇപ്പോൾ തന്നെ 70 വയസ്സുണ്ട്, ആദ്യത്തെ ഭാര്യയാണെങ്കിൽ മരണപ്പെട്ടതുമാണ്, അതുകൊണ്ട് തന്നെ ഇനി എന്ത് സുഖം പുള്ളിന്ന് കിട്ടുമെന്ന് കേറ്റി ചോദിക്കും. ഇതൊക്കെ കേട്ട എമിക്ക് ഇനി ഒരു രക്ഷയുമില്ലെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവിടുന്ന് ജാക്കിന്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് കല്യാണം കഴിക്കാം, എന്നിട്ട് ഇവിടുന്ന് ഓടിപ്പോകാമെന്നൊക്കെ പറയും. ഇല്ലെങ്കിൽ കേറ്റി ജാക്കിനെ കെട്ടുമെന്നുമുള്ള കാര്യം പറയും. പക്ഷെ ഇതൊക്കെ കേട്ട ജാക്കാണെങ്കിലോ നമുക്കുടനെ കല്യാണം കഴിക്കാം, ഈ കാര്യം നിന്റെ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ പറയാമെന്ന് പറയും. ഇത് കേട്ട എമി അതും വിശ്വസിച്ച് അവിടുന്ന് പോകും. ജാക്ക് എപ്പോൾ വീട്ടിലേക്ക് വരുമെന്ന് ഓർത്തിരിക്കും. അപ്പോഴാണ് കേറ്റി അവിടേക്ക് എത്തിയിട്ട് പറയുന്നത് ജാക്കിനെ കാണുന്നില്ലെന്ന്. ഇന്നാണെങ്കിൽ പണിക്ക് വന്നിട്ടുമില്ല, ഇവിടെ എങ്ങും കാണുന്നുമില്ലെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി ജാക്കിന്റെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോഴോ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. ജായ്ക്ക് ഇവിടുന്ന് എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു, എവിടേക്ക് പോയെന്ന് ഇവർക്കും അറിയില്ല. പെട്ടെന്ന് രണ്ടുപേരെയും വിട്ടിട്ട് എന്തിനാണ് പോയത് എന്ന് കേറ്റി ഓർക്കും. പക്ഷേ ജായ്ക്ക് പോകാനുള്ള കാരണം എമിയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. അങ്ങനെ പിന്നീട് എമി കടയിലേക്ക് പോകുന്ന വഴി കേറ്റിയെ കല്യാണം കഴിക്കാൻ വന്ന ആൾ അവളെ കാണും. എന്നിട്ട് എമിയോട് പറയും അമ്മയോട് കല്യാണ കാര്യം പറഞ്ഞ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാവോ എന്നൊക്കെ. ഇത് കേട്ട എമി എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞ് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകും. കേറ്റിയോട് ചോദിക്കും ഇനി ജായ്ക്ക് വരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ആ പുള്ളിയെ കല്യാണം കഴിച്ചുകൂടെ എന്ന്. പക്ഷെ ഇത് കേട്ട കേറ്റി ആണെങ്കിലോ എമിയുടെ അച്ഛന് ശേഷം ആരോടെങ്കിലും അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജാക്കിനോട് മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ ഇനി ആരെയും കല്യാണം കഴിക്കുന്നില്ലെന്നും പറയും. കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ വീടിന് പുറകിൽ മറ്റേ ആ കടക്കാരിയുടെ പയ്യൻ വന്ന് നിൽക്കും. ഇത് കണ്ട എമി ആണെങ്കിൽ അവിടെ ഓടിപ്പോകും. പക്ഷെ ആ പയ്യൻ പുറകെ വന്നിട്ട് എമിയെ ഇഷ്ടമാണെന്ന് പറയും. എമി ആണെങ്കിൽ അവൾ അമ്മയോട് ചോദിക്കട്ടെ എന്നും പറയും. അങ്ങനെ പിന്നീട് കേറ്റി എമിയെ കുളിപ്പിക്കുമ്പോഴാണ് എമി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പിടികിട്ടുന്നത്. ഇത് കണ്ട കേറ്റി ഷോക്കായി പോകും. ആരാണ് ഇതിന്റെ അവകാശി എന്നൊക്കെ അവളോട് ദേഷ്യപ്പെട്ട് ചോദിക്കും. അങ്ങനെ ഒടുവിൽ ജായ്ക്കാണ് എന്ന് എമി പറയും. ഇത് കേട്ട കേറ്റി ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെയാകും. നീയാണോ അവനാണോ ആദ്യം തുടക്കമിട്ടത് എന്നൊക്കെ കേറ്റി ചോദിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അച്ഛനില്ലാത്ത കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഒരു അച്ഛനെ ഉണ്ടാക്കണമെന്ന് കേറ്റി ഓർക്കും. അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ആൾ ആ കടക്കാരിയുടെ പയ്യനെയാണ്. അതുകൊണ്ട് അവനെ വളയ്ക്കാൻ വേണ്ടി എമിയെ പറഞ്ഞു വിടും. എമിയുടെ വയറ് കാണാതിരിക്കാൻ വേണ്ടി കേറ്റി തുണിയും കാര്യങ്ങളും ഒക്കെ വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ കേറ്റി കടക്കാരിയുമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം ഉറപ്പിക്കും. പക്ഷെ അതിനു മുമ്പാണ് ആ പയ്യൻ എമിയുമായി കാര്യങ്ങൾ നടത്താൻ നോക്കുന്നത്. എമി എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഒടുവിൽ ആ പയ്യൻ എമിയുടെ വയറ് കാണും. ഇത് കണ്ട എമി അവനെ ചതിച്ചല്ലോ എന്നോർത്ത് നല്ല വിഷമത്തിലുമാകും. എമി എവിടുന്ന് ഓടിപ്പോകും. പോകുന്നത് മറ്റെങ്ങോട്ടേക്കുമല്ല കേറ്റിയെ കെട്ടാൻ വന്ന ആളുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് ഇവള് പ്രഗ്നന്റ് ആണെന്ന് പറയും. ഇത് കേട്ട പുള്ളി ഷോക്കായി നിൽക്കും. അതുകൊണ്ട് തന്നെ ഇവളെ കല്യാണം കഴിക്കാമോ എന്നും ഇവള് പുള്ളിയോട് ചോദിക്കും. പക്ഷെ പുള്ളിയാണെങ്കിൽ നീ എനിക്ക് മകളെ പോലെയാണ്, അതുകൊണ്ടൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ് അവളെ അവോയ്ഡ് ചെയ്യും. അങ്ങനെ ഒടുവിൽ എമി കേറ്റിയോട് പറയും ആ പുള്ളിയെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ പുള്ളിയെ കൊണ്ട് ഒരിക്കലും കല്യാണം കഴിപ്പിക്കില്ലെന്ന് കേറ്റിയും പറയും. പക്ഷെ പുള്ളി നല്ല ആളാണെന്നും പുള്ളിയെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണമെന്നും എമി പറയും. ഒരു വഴിയുമില്ലാതെ കേറ്റിയും സമ്മതിക്കും. അങ്ങനെ പിന്നീട് ആ പയ്യൻ എമിയെ കാണാൻ വരും. നീ ഗർഭിണിയായ കാര്യം ആരോടും പറയില്ലെന്ന് ആ പയ്യൻ പറയും. അത് നീ പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർ ഉടനെ അറിയുമെന്നും എമി പറയും. അതോടൊപ്പം അവൾക്ക് കല്യാണവും നടക്കാൻ പോവുകയാണെന്ന് അവള് പറയും. അത് വേറെ ആരുമല്ല, ആ പ്രായമായിട്ടുള്ള ആള് തന്നെയാണ്. കേറ്റി പുള്ളിയെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്റെ മകളുടെ അവസ്ഥ ഇതാണ്, അവളുടെ കുട്ടിക്ക് ഒരു അവകാശം വേണം, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. ഇത് കേട്ട പുള്ളിയാണെങ്കിലോ ഇവളെ മകളെ പോലെയാണ് കാണുന്നത്, അതുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ലെന്നും പറയും. പക്ഷെ കേറ്റിക്കും എമിക്കും വേറെ വഴിയില്ലായിരുന്നു. എങ്ങനെയൊക്കെ അവർ കാല് പിടിച്ച് ആ പുള്ളിയെ കൊണ്ട് സമ്മതിപ്പിക്കും. അങ്ങനെ ഒടുവിൽ എമിയും ആ പുള്ളിയും തമ്മിലുള്ള കല്യാണം നടക്കും. കല്യാണമെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റുമാകും. പുള്ളിക്ക് കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ എമി ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. പിറ്റേ ദിവസം പുള്ളി പറയും വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നതെന്നറിയാം, പക്ഷെ നമ്മളിപ്പോൾ കെട്ടിയവനും കെട്ടിയവളുമാണെന്ന്. പുള്ളി അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങിയതെങ്കിലും എമിക്ക് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എമിയുടെ മൈൻഡിൽ ഇപ്പോഴും ജായ്ക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഒടുവിൽ എമിക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകും. ആൺകുട്ടി ഉണ്ടായ സന്തോഷത്തിൽ ആ പുള്ളി ഹാപ്പിയാകും. അങ്ങനെ ഒടുവിൽ എമിയും പുള്ളിയും പതിയെ കുടുംബജീവിതത്തിലേക്ക് പോകും. അങ്ങനെ കേറ്റി ഓർത്തതുപോലെയുള്ള ജീവിതം അവൾക്കും അവളുടെ മകൾക്കും കിട്ടിയില്ലല്ലോ എന്ന് കേറ്റി ഓർക്കും. അവളുടെ മകള് ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാകുക എന്നോർത്ത് എമിയെ ലാസ്റ്റ് ആയിട്ടൊന്ന് കണ്ടിട്ട് കേറ്റി ജായ്ക്കിന്റെ വീട്ടിലേക്ക് പോകും. ജായ്ക്കിനെ മറക്കാൻ പറ്റാത്തത് കൊണ്ട് ആ വീടിന് തീ വെച്ച് ആ തീക്കകത്ത് തന്നെ കേറ്റി ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും.